നമ്മുടെ മൊബൈലിലുള്ള കൺട്രോൾ സെൻറ്റർ ഇപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ രൂപത്തിലായിരിക്കും ഇതിൻ്റെ കൺട്രോൾ സെൻറ്റർ ഉണ്ടാകുക. നമുക്കിതൊന്ന് മാറ്റി ഈ രൂപത്തിൽ ഒന്ന് സെറ്റ് ചെയ്തെടുത്താലോ? ഇതിൽ പല കാര്യങ്ങളും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഇൻ്റർഫേസ്. ഇവിടെ എനേബിൾ കൺട്രോൾ സെൻറ്റർ എന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് എനേബിൾ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബാക്ക് വന്നതിന് ശേഷം എനേബിൾ കൺട്രോൾ സെൻറ്റർ ഓപ്ഷൻ എന്ന ഭാഗത്ത് കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ അതും കൂടി അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ബാക്ക് വരിക, തുടർന്ന് ഓക്കെ കൊടുക്കുക. പെർമിഷനൊക്കെ എനേബിൾ ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ പാനൽ ഒന്ന് താഴ്ത്തി നോക്കുക. ഇപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കൺട്രോൾ സെൻറ്റർ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാകും. ഇതിലിപ്പോൾ ബ്ലൂ കളറാണുള്ളത്. നമുക്കിതിൻ്റെ കളർ തന്നെ നമുക്കിത് മാറ്റാൻ സാധിക്കും. അത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഇവിടെ കുറച്ച് താഴെയായിട്ട് ടൈറ്റിൽ കളർ എന്ന് ഉള്ള ഒരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കളർ ഇവിടെ തിരഞ്ഞെടുക്കാം. ഞാനിപ്പോൾ ഒരു കളർ ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. തുടർന്ന് താഴെ വലതുവശത്ത് കാണുന്ന ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ നോട്ടിഫിക്കേഷൻ ബാർ ഒന്ന് താഴ്ത്തി നോക്കുക. ഇപ്പോൾ മനോഹരമായ ഒരു കളർ നമ്മൾ സെലക്ട് ചെയ്ത ആ കളർ മാറിയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള കളർ നിങ്ങൾക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വലതുവശത്തൊന്ന് സ്വൈപ്പ് ചെയ്ത് നോക്കാം. ഇവിടെ ഒരുപാട് ഓപ്ഷൻസുകൾ ഈ ഒരു ആപ്ലിക്കേഷൻ നൽകുന്നുണ്ട്. ഇവിടെ തന്നെ വാട്സപ്പ്, യൂട്യൂബ്, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. നമുക്ക് ഇതിൽ തന്നെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷനും ഒക്കെ ഉണ്ട്. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക, നിങ്ങൾ സെറ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്തൊരു അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.